ഞാനും ഉമ്മയും ഇന്ന് വിഷുവായിട്ട് വന്നിരിക്കുകയാണ്. സൗണ്ട് കാണത്തില്ല അല്ലേ? മൈക്ക് എടുത്തില്ല, വോയിസ് കൊടുക്കാതാന്നല്ല. ഹാപ്പി വിഷു ടു ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഞാനുള്ളത് കല്യാൺ സിൽക്സിലാണ്. അപ്പോൾ ഇത് ഇവിടെ കുറേ നല്ല സുന്ദരി കുട്ടികളുണ്ട്. അപ്പോൾ ഇന്ന് അവരുമായിട്ടാണ് ഇന്നത്തെ വിഷു. സോ അപ്പോൾ എല്ലാവരും നമുക്ക് കാണാം കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. എല്ലാവർക്കും കല്യാൺ സിൽക്സിൻ്റെ ഹാപ്പി വിഷു. ഞാൻ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ഹാപ്പി കസ്റ്റമറിനെയാണ്. അടിപൊളി ഒരു ഫാമിലിയാണ്. നിങ്ങൾ തന്നെ കണ്ടു നോക്ക്, നിങ്ങളുടെ മനസ്സിൽ സന്തോഷം കൊണ്ട് നിറയാത്തൊരു ഒരു ഹാപ്പി ഫാമിലി. ഇതാണോ ചെറുക്കൻ? ഓ അത് ശരി. അത് ഇപ്പൊ പരിചയപ്പെട്ട സ്ഥിതിക്ക് ചെറുക്കനൊക്കെ ആയിട്ട് ചെലവ് ചെയ്യുന്ന വിഷുവാണ്. പെട്ടുപോയല്ലേ ഒന്ന്. യോയോനെ പരിചയപ്പെട്ടിട്ട് എന്തോ പേര്? ഷാൻ. പാമ്പാ? യൂട്യൂബിൽ വരും പറഞ്ഞേക്കാം. അനീന പഠിക്കണോ? ഏതാ പ്ലേസ്? ഞാൻ കൊട്ടിയം. കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജ് അറിയോ? അതിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. കണ്ണനല്ലൂർ എവിടെയാണെന്ന് ചോദിക്കുന്നില്ല, കണ്ണനല്ലൂർ അറിയാം എവിടെയാണെന്നൊന്നും. ഇത് സിസ്റ്റേഴ്സ് ആണോ? കസിൻസ്. എന്തോ മോളുടെ പേര്? ആലിയ. മോളുടെയോ? ഫിദ. മോളുടെയോ? ഷഫ്ന. കോളേജിലാ? +2. +2 കഴിഞ്ഞു. മോള്? ഓ കൂട്ടത്തിലും മുതിർന്ന ആളായിരുന്നു. ആണോ? നല്ല പ്രായമുണ്ടോ? നിന്നെ എന്താ കെട്ടിക്കാത്ത? അടുത്ത മാസം ഉണ്ടോ? കണ്ടുവച്ചിരിക്കുകയാണോ? നീ ഇൻട്രോവേർട്ടാണെന്ന് ആരോ പറഞ്ഞു. എക്സ്ട്രോവേർട്ടല്ലേ? കള എനിക്ക് ഇഷ്ടപ്പെട്ട്. എന്തോടെ ശരിയാ. നിന്നെ കാണിച്ചു തന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോ തുടങ്ങാം. കോളേജിലൊക്കെ കാണിച്ചോ? ഇനി പെമ്പിള്ളാരും വേണ്ടില്ലാന്ന് വേണ്ടല്ലേ? അതാണ് കോളേജില്. ചുമ്മാ നല്ലടാ, നിന്നെ എങ്ങനെ കൊണ്ടുചെന്ന് വിടുന്നത്? ഓക്കെ, എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ? കൊള്ളാം. എടുത്തോ? എടുത്തോണ്ടിരിക്കുന്നു. ഇനി എടുക്കാനുണ്ട്. എങ്ങനെയുണ്ട് കല്യാണിലെ സ്റ്റാഫ്സ് ഒക്കെ? അടിപൊളിയാണോ? ഒന്നും കൂടി പറഞ്ഞോ. താങ്ക് യു. ഇവിടെ എത്ര പെൺകുഞ്ഞുങ്ങളെ നോക്കി വെച്ചു? അതാദ്യം പറ. ആ ആ അവ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണ് ചിലപ്പോ പോയാലോ അല്ലേ? ഇത് ചെറുക്കൻ്റെ. ഓ അത് ശരി, ഞാൻ വിചാരിച്ച ഇതായിരിക്കും. അയ്യോ സോറി. അപ്പൊ നമ്മുടെ എന്താണ്, ഇതാണ് നമ്മുടെ കല്യാണ പയ്യൻ. ഇത് കല്യാണ പയ്യന്റെ ഉമ്മ. കല്യാണ പയ്യനെ കുറിച്ച് കല്യാണ പയ്യനെ കുറിച്ച് 2 വാക്ക് പറയാൻ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ട് പറഞ്ഞു. ഇപ്പം പറഞ്ഞോളോ, പിന്നെ അവസരം കിട്ടത്തില്ല. പിന്നെ പെണ്ണും കൊണ്ടുപോകും, പിന്നെ അവസരം കിട്ടില്ല. പറഞ്ഞോ. അങ്ങനൊന്നും പെട്ടെന്ന് പോകത്തില്ല. ഉറപ്പാണോ? എങ്ങനെയുണ്ട്? പാവമാണോ? ആരാ അത്? അതോ കുർത്തം കിട്ടാണോ? രണ്ടും പറയാം. പാവമുണ്ട് എന്നാ ഇത്തിരി ഇതുകൊണ്ട് ഇത്തിരി കുർത്തക്കേടുണ്ടല്ലോ ഒരു പൊടിക്ക്. ഈ ഇളയതിനെ കുറിച്ച് ഞാൻ ചോദിക്കണോ? അതാ ഇതിന്റെ ഇത് അവരുടെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണല്ലേ? അപ്പൊ ആ ഉമ്മയുടെ അടുത്ത് വേണം ചോദിക്കാൻ. അതൊരനിയന്റെ മോളാണ്. ഇനി പറഞ്ഞു. ഇത് അനിയന്റെ മോള്. അത് രണ്ടും എന്റെ മോള്. മക്കൾ അതും അവൻ
3 പേര്. ഇതും അത് 2 അനിയത്തിമാർ. അപ്പൊ അനിയത്തിമാർക്കൊക്കെ കിടിലൻ ഡ്രസ്സായിരിക്കും അല്ലേ? ആണ് എടുത്തു തന്നത്. അതോ ഇവൻ പിശു കാണിച്ചാ? ഞാൻ വരും അവിടെ കറങ്ങി തിരിഞ്ഞു, ഞാൻ നോക്കും. ഇന്നത്തെ ഡ്രസ്സ് നിങ്ങളുടെ 2 പേരുടെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഇവനാണ് കേട്ടാ. ഇവന്റെ പോക്കറ്റിൽ നിന്ന് മേടിച്ചോണേ. ഞാൻ ഈ ഉമ്മയുടെ അടുത്ത് ചോദിക്കട്ടെ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പൊളിയാ, അടി വെട്ടി പൊളിയോ. കുടുംബത്തിലെ മുത്തുമണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നു. നല്ല അടിപൊളി വൈബുള്ള നല്ല ഉഗ്രൻ ഒരു ഫാമിലി. കണ്ണു വയ്ക്കാതിരിക്കട്ടെ. വലിയ ഫാമിലിയാണോ? എന്നെ കല്യാണത്തിന് വിളിക്കുന്നില്ലേ? അവസാനം ഞാൻ വരും. എനിക്ക് ബിരിയാണി തരേണ്ടി വരും. ഹാപ്പി വിഷു അറിയോ? പറ്റൂല, ഇവിടെ വാ, ഈ ചുന്ദരക്കുട്ടീനെ കാണട്ടെ. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ്. സുന്ദരിയാണല്ലോ, ആണ്. അടിപൊളി, നല്ല രസമുണ്ട്. ഇവിടെ വാ. എങ്ങനെയുണ്ട് ചെറുക്കൻ? അടിപൊളിയാണോ? എടി കിട്ടുമോ? പേടിക്കും ഭാവിയിൽ? ഇല്ല, ഉമ്മ പറഞ്ഞ നല്ല മോനാന്ന് പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല. ആ മോനെ ഹലോ, ഞാൻ തീരുന്നു നിന്നെ. ഡേ, കല്യാണ പെണ്ണും കല്യാണ ചെക്കനും നോക്കൂത്തിയായിട്ട് ഞാനും ഉണ്ട്. കള്ളാട്ടാ, കണ്ണു വയ്ക്കാതിരിക്കട്ടെ. നല്ലൊരു മോനും മോളും അല്ലേ? നല്ല ക്യൂട്ടായിട്ടുണ്ട്. സോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇവരെ പരിചയപ്പെട്ടതിൽ. വെഡിങ് കസ്റ്റമറാണ് ഇവിടുത്തെ. ഇതാണ് ഇവിടുത്തെ ചിരിക്കൊടുക്ക, എൻ്റെ ഫ്രണ്ട് കല്യാൺ സിൽക്കിൽ. ഇവിടെ വന്നിട്ട് ഇതേ ഈ ചിരി കാരണമാണ് കേട്ടോ പരിചയമായത്. താങ്ക് യു. ഇവിടുത്തെ സുന്ദരി കുട്ടികൾ കംപ്ലീറ്റ് ഉണ്ട്. പലവിധ കോസ്റ്റ്യൂംസിൽ എല്ലാം അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നതും. ഞാൻ മാത്രം പാവ ചുരിദാറിലായിപ്പോയി. എല്ലാവരുടെ കോസ്റ്റ്യൂംസ് കാണിച്ചു തരാം. ഇത് ഒളിച്ച് ചെയ്യുന്ന ആളാണേ. അങ്ങനെ തന്നെ പറയുമ്പോ കൊടുത്ത് നിൽക്കാൻ എന്താ മോളുടെ പേര്? ദിവ്യ. ഞങ്ങളുടെ കൂട്ടത്തില് ഒരാളും കൂടെ കാണിച്ചേ. ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയ ആളാണ്. എന്റെ വീഡിയോ കാണാട്ടല്ലേ? കുഴപ്പമില്ലല്ലോ. ശരി, ഓക്കെ. ഇനി ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തി തരാം. ഇവിടുത്തെ അഖിൽ സാറ് വിഷു ആണ് നാളെ മറന്നുപോയെന്ന് തോന്നുന്നു. പറ്റിയില്ല ഷോട്ട്. ഈ സാറിന് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചുമ്മാ കളിയാക്കിയതാണ് സാറിനെ. ഇത് ലെഹങ്ക സെക്ഷനിൽ രാജ്യമാണ്. അപ്പോൾ എനിക്കിവിടെ വരുമ്പോഴത്തേക്ക് നല്ല ക്യൂട്ട് ലെഹങ്കാസ് ഒക്കെ സെലക്ട് ചെയ്ത് തരുന്നത് ഇവരാണ് കേട്ടോ. ഇനി 2 പേരും കൂടെ ഉണ്ട്, ഉലൈമയും സുനിതയും. സോ അവർ ഭയങ്കര ബിസിയാണ്. അവർ തിരക്ക് കഴിയുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. സുന്ദരിക്കുട്ടിയായിട്ടുണ്ട്. ഇതാണ് ഞാൻ വീഡിയോയിൽ പറയാറുള്ള ഉലൈമ. ഞാൻ പരിചയപ്പെടുത്തി തന്നില്ല എന്ന് വേണ്ട. ഇതെല്ലാവരും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സുനിത കുട്ടീനെ കൂടി കിട്ടാനുണ്ട്. വാ വാ വാ. ഹായ്. ഈ എല്ലാവരും ഒരേ ബ്ലൗസ്. കൊള്ളാട്ടോ നിങ്ങളുടെ ബ്ലൗസിൻ്റെ ഇത്. നല്ല ഭംഗി. ഈ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ സുന്ദരി എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അനുപമയാണോ? ശരണ്യാണോ? നീതു? ആ, ഓക്കെ. എല്ലാവരും സുന്ദരികളെന്ന് കമൻറ്റ് ചെയ്തേരെ, അല്ലെങ്കിൽ പിന്നെ സങ്കടമാവും അല്ലേ? ആ, അതാണ് നല്ലത്. വേണേ
ഷേഖ അതല്ലേ ഞാൻ ചോദിച്ചേ. രജനി ഏത് സെക്ഷനിലാണ്? സിഗ്നേച്ചർ സീരീസിലാണ്. നല്ല മുടിയൊക്കെ ഉണ്ട്. ഞാൻ അത് ശ്രദ്ധിച്ചോണ്ട് തന്നെയാണ്. മുടിയുള്ള സുന്ദരി കുട്ടികൾ. സീരിയസ് ആയിട്ട് ഇത് സീരിയസ് സാധനമാണ് കേട്ടോ. ഇപ്പൊ ചിരിച്ച് ഇപ്പൊ കൊള്ളാം. ആണോ? തന്നെ ഇവിടെ വരുമ്പോൾ ഈ സെക്ഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ. ഇത് മാത്രമല്ല കേട്ടോ, ചുരിദാർ മെറ്റീരിയൽ എടുക്കാൻ നേരത്തെ ഇവരൊക്കെ നിൽക്കുന്നുണ്ട്. ഇവരെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. ഇനി ഒരാളും കൂടി ഉണ്ട്, ഒരു മിനിക്കൂട്ടി. ഭയങ്കര ബിസി, കിട്ടുന്നതേ ഇല്ല. പറഞ്ഞുതരാം. ഇത് മിനി ഒരുമിച്ച് ഇന്ന് എടുക്കാമെന്നും പറഞ്ഞ് നിന്നതാ. കാണിച്ചോ? ഓക്കെ, താങ്ക് യു. ഇത് നമ്മുടെ വെഡ്ഡിങ് സെക്ഷനാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും നല്ല ബിസിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ ശല്യം ചെയ്യാൻ പാടില്ലല്ലോ, കാരണം അവർക്കൊക്കെ കസ്റ്റമറുണ്ട്. എൻ്റെ മൂക്കത്തെ നല്ല രസമാണ്. ഒരു സുന്ദരി കുട്ടിയുടെ കൂടെ നിന്നാണ് എടുക്കുന്നത്. ഹെയർ സ്റ്റൈൽ കൊള്ളാം. ഷ എന്നാണ് കേട്ടോ പേര്. സുന്ദരിക്കുട്ടി. എന്താ മോളുടെ പേര്? അഞ്ജലി. ഇവിടുത്തെ കുഞ്ഞിക്കുട്ടിയാണെന്ന് തോന്നുന്നല്ല? ആണോ? അത് ശരി. കൂട്ടത്തെ കുഞ്ഞിക്കുട്ടിയും നാണം കുണിയും പറഞ്ഞു പാരയച്ചു. ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റൂ. വിഷുവായിട്ട് ഒരെണ്ണത്തിന് വെറുതെ വിടില്ല. ഇത് ഫുൾ സിൽവറിലാണല്ലോ. കൊള്ളാമല്ലോ, കോമ്പിനേഷൻ കൊള്ളാം, അടിപൊളി. ഇതെൻ്റെ ഇൻസ്റ്റാ ഫ്രണ്ട്. പേരായിട്ട് ഇച്ചിരി ഗുമ്മുള്ള പേരാ, ലക്ഷ്മി ശിവ. ഇവരുടെ പേര് എനിക്കറിയാം. രജനി, മനീഷ, സൗമ്യ. ഇവള് ഇൻസ്റ്റാ ഫ്രണ്ടാണ്. എൻ്റെ എല്ലാത്തിനും ലൈക്ക് അടിക്കും. എന്നെ സോപ്പിട്ടോണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു. ചേച്ചിയുടെ പേരെന്താ? പിങ്കി. പിങ്കി. പിങ്കി ചേച്ചിക്ക് എൻ്റെ ഹാപ്പി വിഷു. ഹാപ്പി. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മോളുണ്ട്, ഹസ്ബൻഡ്. മോൾ എന്തിനു പഠിക്കുക? കല്യാണം കഴിഞ്ഞു. കല്യാണമൊക്കെ കഴിഞ്ഞാണോ? വലിയ ചേച്ചിയാ. ഓക്കെ, താങ്ക് യു ചേച്ചി. ഹാപ്പി വിഷു. മണംകുണിയാട്ടാ. വിളിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ചേർന്ന് നിന്നു. രമ്യ എന്നാണ് പേര്. ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. കളറുണ്ട്, നല്ല രസമുണ്ട്. അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരാൾ ഒരുങ്ങിയാണ്. വീഡിയോ എടുക്കാൻ വരുന്നെന്ന് കണ്ടും കൊണ്ടുള്ള ഒരുക്കമാണ്. ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ട ആക്ഷൻ കാണിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഒരുങ്ങിയതല്ലേ ആണ്. ഇതിന് റെഡി ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട്. എൻ്റെ മോളുടെ പേര് സാബിന. സാബിന. കണ്ട നല്ല റെഡി ആയിട്ട് മിടിക്കട്ടോ. മോളുടെ പേരെന്താ? ചിഞ്ചു. ഓക്കെ, താങ്ക് യു. പുതിയ സ്റ്റാഫാണ് കേട്ടോ. ഒരു കുഞ്ഞുകുട്ടി. 2 കുഞ്ഞുകുട്ടികളായി. എൻ്റെ മോളുടെ പേര് അലീന. അലീന. അപ്പൊ ഇവിടുത്തെ റീൽസിലൊക്കെ എനിക്ക് കാണാൻ പറ്റുമോ? അതെന്താ ഒരുങ്ങാത്ത? ഇത്ര സുന്ദരിയായിട്ട്. ആൾക്ക് പൊട്ടിടുന്ന ഇഷ്ടമല്ല. ഐലൈനർ വെച്ചൊരു കുത്ത് മാത്രം ഇടും. ഇന്ന് തന്നെ ഇത്ര വലിയ പൊട്ടിട്ട്. അത് ശരിയല്ല. ബാ ഇവിടെ ഒത്തിരി കുഞ്ഞു കുട്ടികളെ കണ്ടല്ലോ. ബാ. എന്താ പേര്? ലിൻഡ. മോളുടെ പ്ലേസ് എവിടെയാ? കൊട്ടാരക്കര. കൊട്ടാരക്കര. പ്ലേസ് കൊട്ടാരക്കരയാണ്. നോക്കി വെച്ചോളൂ. സുന്ദരി കുട്ടിയാണ്. എല്ലാവരും വരണം വീഡിയോയില്. പേരെന്തായിരുന്നു? ആതിര. ആതിര സ്ലിം ബ്യൂട്ടി. താഴെ പോട്ടെ. താഴത്തെ ആരെ എടുത്തില്ല. ഞാൻ ആദ്യമായിട്ട് കാണാനല്ല. സ്റ്റാഫായിരുന്നു. ഞാൻ ഓപ്പണിങ്ങിലാണ്. ഞാൻ ആറ്റിയിലാണ്. ഓ, അത് ശരി. മോളുടെ പേരെന്താ? ജ്യോതി. ജ്യോതി. പൂച്ചക്കണ്ണാണോ? അയ്യോ, പൂച്ചക്കണ്ണീനെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. നല്ല രസമാണ്. കണിക്കൊന്ന എടുത്ത സുന്ദരി ആതിരക്കുട്ടി. ഈ കണിക്കൊന്ന സാരി ഞാൻ കാണിച്ചു തരാം. ഉണ്ട് നേരിയതാണ്. നല്ല അടിപൊളി ഡിസൈൻ്റെ കണിക്കൊന്ന. വിഷുവിന് എല്ലാ കണക്കൊന്നും അവളുടെ സാരിയിലാക്കി പറക്കോട്ട് വന്നിരിക്കുക അല്ലേ? ലിഫ്റ്റ് കയറിയപ്പോ കിട്ടിയതാ. ഷിബു. ഷിബിൻ. ആ, ഓക്കെ. ഷിബിൻ. ഹാപ്പി വിഷു. എൻ്റെ തല കാരണം കാണാതിരിക്കണ്ട. നല്ല മഴ. ഒരാൾ മാത്രം പറഞ്ഞ സങ്കടമാവോ? ഇല്ലല്ലേ?
ഇത് ഒരാളവിടെ ഒളിച്ചു നിൽക്കൊണ്ട് വാ അങ്ങനെ പോയാലും ഒരു ഉണ്ണിക്കണ വന്ന് നിൽക്കുന്നുണ്ടോ? കൊള്ളാം. താങ്ക് യു. ഞാൻ വരുന്നത് കണ്ടോ ഒരുങ്ങിയതല്ലേ? അല്ല ആണ്, എനിക്കറിയാം. വന്നു. എൻ്റെ മോളുടെ പേര് അബിത. അബിത. ഇത് ഹരിത. ഹാപ്പി വിഷു. ശ്രീരജ്. അല്ല, ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല അല്ലേ? ശ്രീരജ്. ആ, ഇവിടുത്തെ ഡാൻസറാണ് കല്യാൺ സിൽക്സിലെ. ആണ് ആണ്. അപ്പൊ അങ്ങനെ അല്ലല്ല, നന്നായിട്ട് ഡാൻസ് കളിക്കും. ഞാൻ കണ്ടായിരുന്നു ഇവിടെ കിടന്ന് അടിച്ചു പൊട്ടിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എന്താണ് ബാഗ്? ഓടിയാൽ രക്ഷയില്ല. അവിടെ ഒരെണ്ണത്തിന് പിടിച്ചിട്ട് വരിക ഞാൻ. നിന്നോ? എൻ്റെ മോളുടെ പേര് എൻ്റെ പേര് തന്നെ. ഞാൻ ഷൈനി ദേവള്. ഷൈനി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നീളവും ഇല്ല. സാരല്ല, ഇതുണ്ടോ വെച്ചിട്ട് പൊക്കി വെച്ചിരിക്കുകയാണ്. മോളുടെ പേരെന്താ? ആര്യ. ആര്യ. മോളുടെ ആതിര. അപമാനിക്കുണ്ടായിരുന്നു, പാവമായിരുന്നു. മോളുടെ പേര് രമ്യ. ഇത് രമ്യക്കുട്ടി. ആതിര. ആര്യ. ആര്യ. ഇത് ഞങ്ങൾ ഷൈനീസ്. ഞങ്ങൾ പൊളിയല്ലേ? ഒരു ഗന്ധന് കൊള്ളാം. അതാണ് കുട്ടി. പേര് പറഞ്ഞോളൂ. ധന്യ. ഇവിടെ ഭയങ്കര ബിസി ആയിട്ട് നിൽക്കുകയാണ്. ടെയിലറിങ് യൂണിറ്റിലാണ്. നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തൊരു അടിപൊളിയായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നല്ല അടിപൊളിയായിട്ട് ഷേപ്പ് ചെയ്ത് ഞാൻ ആഗ്രഹിക്കുന്ന കണക്കാക്കി തരുന്നവരാണ് കേട്ടോ. ഇവരെ കാണിക്കാതെ ഇന്നത്തെ വീഡിയോ എനിക്ക് എൻഡ് ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കൊണ്ടുവന്ന് കാണിക്കുന്നത്. സോ പേര് പറഞ്ഞു. ബിന്ദു, ഇന്ദു, നീതു. എന്താ ബിന്ദു, ഇന്ദു, കള. 3 സുന്ദരി കുട്ടികൾ. എന്താ ചേച്ചിയുടെ പേര്? സുനിതകുമാരി. സുനിതകുമാരി. ഇത് ഇവിടുത്തെ സുനിതകുമാരി ചേച്ചിയാണ്. സോ ചേച്ചിയുടെ പ്ലേസ് എവിടെയാ? പാരിപ്പള്ളി. പാരിപ്പള്ളിയിലെ സുന്ദരി കുട്ടിയാണ്. ഹാപ്പി വിഷു ചേച്ചി. നീ കസ്റ്റമറിനെ നോക്കിക്കോ. ഈ സുന്ദരക്കുട്ടിയുടെ മാല ഉള്ള കണ്ടാ ആ മാല കാണിക്കാൻ സമ്മതിച്ചില്ല. കളറി കണ്ണ് നല്ല സ്പെഷ്യലായിട്ട് ഇരിക്കുന്നു. ഒരു സുന്ദരക്കുട്ടി. നോക്കട്ടെ നോക്കട്ടെ. പേരെന്തുവാ? അപർണ. ഒളിച്ചിരിക്കുന്ന എന്തിനാ? ഇവിടെ വാ. നിന്റെ ജിമുക്ക നല്ല രസമുണ്ട്. ജിമുക്കിനെ കാണിച്ചു കൊടുക്കട്ടെ. ഓ, അടിപൊളി രസമുണ്ട് കേട്ടാ. ഹാപ്പി വിഷായിട്ട് ഞങ്ങൾ 2 സുന്ദരികൾ അല്ല ആണ്. സുന്ദരികളോ? സ്വയം പുകഴ്ത്തണ്ടേ അല്ലേ? അങ്ങനെയാണ്. കോൺഫിഡൻസ് വേണോ? നിന്നെ ഉണ്ടല്ലോ മൂക്കത്തിയൊക്കെ കുത്തി ചുന്നരിക്കുട്ടിയായിട്ട്. താമസം ഇവിടെയാ. പറയോ തിരിഞ്ഞു? ഹാപ്പി വിഷുവും കൂടി പറ. കസ്റ്റമർ ഉള്ളതുകൊണ്ട് ശല്യം ചെയ്യുന്നില്ല. ഫോണ് ഹായ് പറയോ? മുക്കുത്തിട്ട കുട്ടി. എന്തോ പേര്? മഞ്ചിമ. അവൾക്കും കസ്റ്റമറുണ്ടും ശല്യം ചെയ്യാൻ പറ്റില്ലല്ലേ? ഫോണ് എല്ലാവരും വാ. എല്ലാ സുന്ദര കുട്ടികളും വാ. ഇപ്പൊ കിട്ടിയാ? ഹാപ്പി വിഷു. കണ്ടില്ലെന്ന് വിചാരിച്ചാ? കൂട്ടത്തിലങ്ങ് നിന്നുകൂടായിരുന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നോ? സന്ദീപ് സാറ് എപ്പോഴും വലിയ ആലോചനയാണ്. കല്യാണിൽ എങ്ങനെ കച്ചവടം നടത്താം, ഇതാണ് ആലോചന. ഫുൾ ടൈം ചിന്ത. ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഞാൻ പറഞ്ഞത് കറക്റ്റാണോ? എടുത്തു. പരമാവധി അപമാനിച്ചു. പറ്റൂല. വലിയ ഡിമാൻഡ് ഇട്ട് വന്ന് നിൽക്കണം. എന്റെ പേര് ഹാപ്പി വിഷു. താങ്ക് യു. എടുക്കാൻ ഫ്രണ്ടിൽ വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന സുന്ദരി കുട്ടികൾ. ഇതിൽ കൂടുതൽ ഇൻട്രോ വേണോ? ഇത് ഇവിടുത്തെ ശരത് സാറിനെ കൂട്ടാണല്ലോ. നല്ല ഹൈറ്റ്. ഡിഫറൻസ് ഉണ്ടോ? ഞാൻ സ്റ്റോളിട്ട് വയ്ക്കേണ്ടി വരും.
ചുവപ്പ് ബ്ലൗസൊക്കെ ഇട്ട് ചുവപ്പ് സുന്ദരി മൂക്കത്ത് സുന്ദരി ഇല്ലേ രക്ഷപ്പെട്ടെന്നും പറഞ്ഞ് ഇവിടെ ഒളിച്ചു നിന്നതാ. ഇത് നമ്മൾ വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന ഗീതു. ഞാൻ ലൈറ്റ് ഒന്നുമില്ല ഇപ്പം. ബാഗിൾ സെക്ഷൻ, ഫാൻസി സെക്ഷൻ സുന്ദരികൾ ഇനിയുണ്ട്. എവിടെ അപ്പൊ അവിടെ നിൽക്കണം. ഇനിയുണ്ട്. അയ്യോ എല്ലാവരും കിട്ടിയില്ല. ശരിയായി. ഹാപ്പി വിഷു പറഞ്ഞോ? വിഷു ആയതുകൊണ്ട് ആരും വെറുതെ വിട്ടോടാന്നാ. അതുകൊണ്ടാ. താങ്ക് യു. കളറിൽ ബ്ലാക്ക് ബ്ലൗസും സെറ്റും അടിപൊളി. വലിയ ഗൗരവത്തിൽ ഒരാൾ പോണുണ്ട്. മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്തുവാണ് ഇത്? എന്തോ അവളുടെ പേര് ആരതി. താങ്ക് യു. ഇത് ഇവിടുത്തെ നമ്മളെയൊക്കെ സുന്ദരികളാക്കുന്ന ആളാണ്. അങ്ങനെ വേണം അല്ലേ പറയാൻ? ആണ്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊട്ടിയും പോത്തിട്ട് വരും. ഒരാളും കൂടെ ഉണ്ട്. ഇതാണ് കല്യാണിയിൽ പെയിന്റ് അടിക്കുന്നവർ. ചുമ്മാ അല്ല, ഇവിടുത്തെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ നമുക്കിട്ട് നമ്മളെ നല്ല അടിപൊളിയാക്കുന്നവർ. കണ്ട ഇവരുടെ ഫേസ് പോലെ തന്നെ ഇവരുടെ ഫേസ് പോലെ തന്നെ നല്ല സുന്ദരികളാക്കി തരും. ഈ സെക്ഷനും ഉണ്ട്, അപ്പുറത്തെ സെക്ഷനും ഉണ്ട്. ഏത് സെക്ഷനാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാം. ഓക്കെ. വെയിറ്റിട്ടിരിക്കുകയാണോ? ബില്ലിംഗ് സെക്ഷൻ ആയതുകൊണ്ടായിരിക്കും. അതാണ്. ഇനിയുണ്ട്. കണ്ട പാവം പിള്ളേര്, അവർക്കൊന്നും ഒരു ഗമയുമില്ല. നിങ്ങളൊക്കെയാണ് ഗമയിലിരിക്കുന്നത്. ചുമ്മാതായിട്ടോ എല്ലാം പാവം. താങ്ക് യു. ഇരുന്നോ? നല്ല അടിപൊളിയായിട്ട്. ചെറുപുഞ്ചിരിയോടുകൂടി ഇരിപ്പോണ്ട് പ്രസാദമൊക്കെ തൊട്ട് വിഷുവായിട്ട് എല്ലാവരും ഉണ്ടോ? കുറേയൊക്കെ തൊട്ട്. ഏത് സാറിന്റെ പേര്? ജയപ്രസാദ്. ഇത് ഇവിടുത്തെ ജയപ്രസാദ് സാറാണ്. ലിഫ്റ്റിൽ വെച്ചിട്ട് കിട്ടിയതാണ് സാറിന്. ഓക്കെ, താങ്ക് യു. ഞാൻ പിറകാടൊന്ന് പഠിക്കാനൊക്കെ നിന്നോ? എല്ലാവരും ഓടിയിട്ട് വന്ന് നിൽക്കുക. പേരെന്തായിരുന്നു? അൻസി. എന്നെ ഹരിതാകൃഷ്ണൻ. ആഹാ, നേരത്തെ വന്നതാണ്. സെക്കൻഡ് ട്രിപ്പാണ്. വേണ്ട. ഇത് സുന്ദരിക്കുട്ടി. ഇതിനെ കാണുന്നത് നമ്മുടെ ചുരിദാർ സെക്ഷനിൽ വന്നതായിരിക്കും. നല്ല സുന്ദരിയായിട്ട് നിന്ന് വെൽക്കം ചെയ്യണം. നമ്മളൊന്നും അടുത്തൊന്നുമല്ല. ഇത് ജാസ്മി. ഇതെന്താ പേര്? ഷിമി. ഷൈനി, ഷിമി. ഇനി ഒരാളുണ്ടല്ലോ, രക്ഷപ്പെട്ട് നിൽക്കുകയാണല്ലോ. എന്താ പേര്? കാർത്തിക. പുതിയ സ്റ്റാഫ്. ഇന്ന് കുറേ പുതിയ സ്റ്റാഫിനെ പരിചയപ്പെട്ടു. ഹലോ, നോക്കോ? ഹലോ. കിട്ടി. ഞാൻ ഫിൽറ്റർ ഇട്ടോളോ? ഞാൻ ഇൻസ്റ്റൊക്കെ ഇട്ട് ഫിൽറ്റർ ഇട്ടോളാം. നല്ല ഗ്ലാമർ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്? ഞാനീ പറയുന്നത് ഇതൊക്കെ വീഡിയോയിൽ വരുമല്ലോ, ഇൻസ്റ്റയിൽ പറഞ്ഞിട്ട് ഓടിയത് വരുമല്ലോ. നീ വരലാവും കേട്ടോ. ഞാൻ ഇവിടെ എല്ലാവരും മാക്സിമം ഉപദ്രവിച്ചിട്ടാണ് പോണത്. രക്ഷയില്ല, ഓടിച്ചിട്ട് പിടിക്കും. എപ്പം വെളുപ്പിക്കാം. സത്യം വെളുപ്പിച്ചിടും. അത്രയല്ലേ. എൻ്റെ മോള് ഫിൽറ്ററിന് അടിപൊളിയായിട്ട് ആക്കി തരും. നമ്മുടെ രണ്ടുപേരുടെയും കൂടി കൊടുത്തിട്ട് ആക്കി തരാൻ. എന്താവും എനിക്ക് അറിഞ്ഞൂടാ. ഇടിക്കരുത്. ഇല്ല, നാളത്തെ തമ്പ് കണ്ടിട്ട്. എന്തോ പേര്? ആതിര. ഒത്തിരി ആതിരമാരുണ്ടല്ലേ ഇവിടെ. സാറിന്റെ പേരെന്താ? അജേഷ്.
ഈ സാറാണ് കിഡ്സ് സെക്ഷനിൽ എനിക്ക് ഡ്രസ്സൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്ത് കാണിച്ചു തരുന്ന സ്മാർട്ട് സാർ. അതെയാ, ഇത്രയൊക്കെ പോയിട്ട് അറിയാം. സാറിൻ്റെ പേരെന്താ? ജയദേവ്. ആ, ഓക്കെ. ഈ സാറിനെ ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുകയാണ്. കണ്ടിട്ട് പാവമാണെന്ന് തോന്നുന്നു, അറിയാൻ വയ്യ. വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റില്ലേ. കിട്ടി. ഇതെന്താണ്? കലവും കലവും വെണ്ണ നീയാണ് പൊളിച്ചത്. കൊള്ളാം സാരിയില്ല, ഡിസൈൻ കേട്ടാ അടിപൊളിയായിട്ടുണ്ട്. എന്താ മോളുടെ പേര്? ജ്യോതി. ബ്ലൗസ്, കറുത്ത ബ്ലൗസ് കൊള്ളാം കേട്ടാ. ഡ്രസ്സുണ്ട്, മിറർ വർക്കൊക്കെ കൊടുത്തിട്ട് കൊള്ളാം. നമ്മൾ തുണി ചെയ്യുന്നതുകൊണ്ട് അറിയാതെ കണ്ണങ്ങോട്ട് പോണതാണ്. നമ്മളിങ്ങനെ നിൽക്കുക, നമ്മുടെ ഫേസ് കാണിക്കുക, നമ്മൾ സുന്ദരി കുട്ടികളാണെന്ന് കാണിക്കുക. കല്യാൺ സിൽക്സിലെ സുന്ദരികളാണ് ഞങ്ങളെല്ലാവരും തന്നെ. ഞാൻ കല്യാൺ സിൽക്കിലല്ല, പക്ഷെ താമസം ഫുൾ ഇവിടെയാണെന്നുള്ളത്. എന്താ മോളുടെ പേര് പറ? ശ്രീഷ. മോളുടെ പേര് രേഷ്മ. അപ്പോൾ ശ്രീഷ, ഇത് രേഷ്മക്കുട്ടി. ഓക്കെ, താങ്ക് യു. ഹാപ്പി വിഷു. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് കാണിക്കണം. പറയണം. ഇത് ആശ, സംഗീത, ഇത് തങ്കം. ട്രഡീഷണൽ നെയിം തങ്കം. തങ്കം പോലത്തെ കുഞ്ഞ്. മതിയാ? ഇത്രയൊക്കെ പോലത്തെ മതിയാ? മോളുടെ പേര് സംഗീത. സംഗീത. സംഗീതനെ കുറിച്ച് ഇപ്പം എന്താ പറയാ? മൂക്കുത്തിയിട്ട് സുന്ദരിക്കുട്ടി. ആശ. അതേ, ഒരു കണ്ണൻ ഇവിടെ കിടന്ന് ചുറ്റുന്നു. പോയി വീഡിയോ എടുക്കട്ടെ. അവിടെ ഇരിക്കണേ അമ്മ, ഇപ്പം വരാം. ഒരു ഉണ്ണിക്കണ്ണനുണ്ടായിരുന്നു. ഇത് ഫോർത്ത് ഫ്ലോറില് സുന്ദരക്കുട്ടപ്പന്മാർ. അയ്യോ സോറി, തേർഡ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ഈ സുന്ദരന്മാരെ കാണുന്നതായിരിക്കും. അതെയാ, കംപ്ലീറ്റ് പെൺപിള്ളേരുടെയും ശ്രദ്ധയ്ക്ക്. മിക്കവാറും കല്യാണിയിൽ നിന്ന് ഓടിക്കും. എന്താ പേര് പറഞ്ഞോ? എന്റെ നിതുൻ. നിതുൻ. വിപിൻ. വിപിൻ. അനൂപ്. ജിഷ്ണു. ഉണ്ണിക്കണ്ണൻ. പിന്നെ ഫേമസ് ആക്കി. താങ്ക് യു. സൂപ്പർ കമ്മലിട്ടൊരു ചുന്നരിക്കുട്ടി ഇപ്പൊ ഉണ്ട്. പേര് പറഞ്ഞോ? സൂര്യ, രാജി, അഞ്ജന. 3 പേര്. ഇവരെ കാണണമെന്നുണ്ടെങ്കിൽ 3rd ഫ്ലോറിൽ വരിക. സുന്ദരി കുട്ടികൾ. എല്ലാവരും ഒന്ന് മൂക്കുത്തിയൊക്കെ ഇട്ടിരിക്കുന്ന കുറേ പേരെ കണ്ട്. എല്ലാവർക്കും നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂക്കുത്തി. പക്ഷെ എൻ്റെ മക്കളെ സമ്മതിക്കത്തില്ല. മക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ പരിഗണിക്കുക അല്ലേ? ആ, എന്താ ഓടിയത് കൊണ്ടാണ് ഇത്രയും കൂടുതലായിട്ട് കിട്ടിയത്. ഒരാൾ നീലയിട്ട് നിൽക്കുന്നു, ഒരാൾ കാണിച്ചു തരാം. അവള് സുന്ദരിയായിട്ട് നിന്ന ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞത്. ഫോട്ടോ അല്ല, വീഡിയോ. കള, നല്ല ചിരി. അവളുടെ പേര് വിജി. അപ്പൊ ഇത് വിജിയാണ്. 3rd ഫ്ലോറിലാണോ മോളെ? എന്റെ വീഡിയോ ആണോ? എല്ലാവരും ഉണ്ട് ഇവിടെ. സുന്ദരി കുട്ടിയായിട്ട് വന്ന് മതി, അത്രയും മതി. വന്നിരുന്നോ? എന്റെ പേര് വിക്ടോറിയ. സുനുമോൾ. ഇത് സുനുമോൾ, ഞാൻ ഷൈനി മോൾ. ഞങ്ങൾ 2 മോൾസ്. ഡെലിവറി ആണോ? അഭിലാഷ്. ചോപ്പൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്ന് നിൽക്കുകയാണ്. നിങ്ങളെ കിട്ടിയില്ല. ഷർട്ട് കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. ഹലോ. ആ, എടുത്തെടുത്ത്. ഓക്കെ, താങ്ക് യു. ഹാപ്പി വിഷു. ഇത് നമ്മുടെ കല്യാൺ സിൽക്സിലെ സെക്യൂരിറ്റി ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെന്താ? ഗോപകുമാർ. പാവം ചേട്ടനാ. താങ്ക് യു. ചേട്ടൻ്റെ പേരെന്താ? അലാവുദ്ദീൻ കോയ. മുസ്ലിം ചേട്ടനാണ്. ശരി. ഇതോടുത്തെ വിഷുവിൻ്റെ പായസമാണ് കേട്ടോ. നല്ല സൂപ്പറായിരുന്നു പായസം. സാറിൻ്റെ പേര് എനിക്ക് അറിഞ്ഞോളാം. അരുൺ.
ഇത് ഇവിടുത്തെ അരുൺ സാറാണ്. എപ്പോഴും വരുമ്പോൾ ഭയങ്കര സ്മൈലായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ്. പ്ലസൻ്റ് ആയിട്ട്. താങ്ക് യു. ഇത് 4th ഫ്ലോറിലെ കുട്ടികളാണ്. ആതിര. ഇവിടെ നിറയെ ആതിരാസുണ്ട്. കലാട്ടമാല എന്താ മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ഫേസ് കാണിക്കുന്നത്? ഒരിക്കൽ എന്താ നല്ല സുന്ദരമായ ഒരു മുഖം അവൻ കവർ ചെയ്ത് വെച്ചിട്ട് വരുന്നില്ലേ? ഈ മുടിയൊക്കെ സ്ട്രെയിറ്റൻ ചെയ്ത് വെച്ചിട്ട് കാണിക്കണ്ടേ 4 പേരെ? അപ്പോൾ എനിക്ക് എപ്പോഴും കോഫി കൊണ്ടു തരുന്ന ആളും സൂപ്പർ കോഫിയാണ്. താങ്ക് യു മാം. അത് മാത്രമല്ല നല്ല ചിരിച്ചും കൊണ്ട് അവൾ കൊണ്ടു തരുന്നത്. താങ്ക് യു. ഹാപ്പി വിഷ് ഇരിയോ? ഒരു ഹാപ്പി വിഷ് പറയോ? അയ്യോ ഇത്രയും ചമ്മല. ഒരു ഹാപ്പി വിഷ് പറയോ? നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. ഹാപ്പി വിഷ്. എന്തുകൊണ്ട് പേര്? സുമി. ഇത് സുമി കിട്ടി. താങ്ക് യു. ഹലോ, ഹാപ്പി വിഷു. ആഹാ, ഞാൻ പറയണേന് മുമ്പ് പറഞ്ഞു. നോക്കട്ടെ കോസ്റ്റ്യൂം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഹാപ്പി വിഷു പറഞ്ഞോ? എഴുത്താണല്ലോ. ഒരു ഹാപ്പി വിഷു അറിയോ? താങ്ക് യു. ഹാപ്പി വിഷു അറിയോ? എന്താ പേര് രണ്ടുപേരുടെ? സുവിൻ. ആ അജിത്. ആ ഓക്കെ. തലയുടെ നെയ്യും. ഹലോ, ഒരു ഹാപ്പി വിഷു അറിയോ? കുട്ടി. ആ എടുത്ത് പറഞ്ഞോ. എടുത്ത് ഹാപ്പി വിഷു അറിയോ? ഇവിടുത്തെ 2 ബില്ലിംഗ് സുന്ദരി കുട്ടികളാണ്. ബില്ലിങ്ങിൽ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് ഗമയുണ്ടോ എന്നൊരു സംശയമില്ല. ഇല്ല, പാവം കുട്ടികളാണ്. ഹലോ, ഹാപ്പി വിഷു അറിയോ? താങ്ക് യു. ഒരു ഹാപ്പി വിഷു പറഞ്ഞോ? എല്ലാവരും എടുത്തു. വാ, ഇതിന് കിട്ടിയില്ലായിരുന്നു. എടുത്ത് പേര് പറഞ്ഞോ? ആ ശരിയാണ്. എനിക്കിത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ് കേട്ടോ. അത്രയും ഹാപ്പി ആയിരുന്നു ഞാൻ. അപ്പം താങ്ക് യു സോ മച്ച് കല്യാൺ ടീം, എക്സ്പെഷ്യലി ബിജു സാറിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് ഒരു ബൈ.